നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അബ്രാർ അഹമ്മദിനെ ദി 100-ൽ സൺറൈസേഴ്സ് ലീഡ്സ് സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണം നമ്മൾ കണ്ടതാണല്ലോ. നമ്മൾ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗതി വലിയ രൂപത്തിൽ അവർക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് മാറി. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പേജിൽ പോലും കയറിയിട്ട് ബാൻ ചെയ്യണം, ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റും പോസ്റ്റും ഒക്കെ വ്യാപകമായിട്ട് തുടരുകയാണ്. അതുപോലെ എക്സിലൊക്കെ വലിയ രൂപത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ കാവ്യമാറിനെതിരെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കവേ അവരുടെ എക്സ് അക്കൗണ്ട് സസ്പെൻഡ് ആയിരുന്നു. കാരണം നിരവധി റിപ്പോർട്ടുകൾ പോയതുകൊണ്ടാവും. എന്നാൽ ഇപ്പോൾ ആ എക്സ് അക്കൗണ്ട് തിരികെ വന്നിട്ടുണ്ട്. സംഗതി എന്തായാലും ഇതിലിപ്പോൾ എന്താണ് BCCIക്ക് ചെയ്യാൻ പറ്റുക? BCCIയുടെ വൈസ് പ്രസിഡൻറ്റ് രാജീവ് ശുക്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമ്മളത് നോക്കുകയാണ്. ഇപ്പം ദി ഇന്ത്യൻ എക്സ്പ്രസ് രാജീവ് ശുക്ലയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമല്ല, എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ANIയോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, കാരണം ഇത് ദി 100-ലാണ് ഈ താരത്തെ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. സൺറൈസേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഇന്ത്യയിലും നമുക്കറിയാമല്ലോ, IPL സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉണ്ട്, പലയിടത്തും അവർക്ക് ടീമുകളുണ്ട്. അതുപോലൊരു ടീമാണ് ഇപ്പോൾ ലീഡ്സിൽ ഉള്ള ഈ സൺറൈസേഴ്സ് ലീഡ്സ് എന്ന പേരുള്ള ടീം. ഏതായാലും ഇത് നേരത്തെ മറ്റൊരു പേരിലുള്ള ഫ്രാഞ്ചൈസി ആയിരുന്നു, അത് ഇവരിപ്പോൾ സ്വന്തമാക്കിയതാണെന്ന് മാത്രം. ഏതായാലും രാജീവ് ശുക്ലയുടെ പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ IPL മാത്രം ഒതുങ്ങുന്നതാണ്. ഇത് നമ്മുടെ കാര്യത്തിലുള്ളതല്ല, അത് അതിന് പുറത്തുള്ളതാണ്. നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് ദേ ഡു ഇൻ എ ലീഗ് ഔട്ട്സൈഡ് ദാറ്റ്. IPLന് പുറമേയുള്ള ലീഗിൽ അവരെന്ത് ചെയ്താലും നമുക്കതിലൊന്നും ചെയ്യാനില്ല. നമുക്കിതിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? അവരൊരു ഫോറിൻ ലീഗിൽ ഒരു താരത്തെ സൈൻ ചെയ്യുന്നു, നമുക്കതിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? ഹൗ ക്യാൻ വി ഇൻ്റർഫിയർ വിത്ത് ദം സൈനിങ് എ പ്ലെയർ ഇൻ എ ഫോറിൻ ലീഗ്? ദാറ്റ്സ് അപ് ടു ദം. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് അവരുടെ ഇഷ്ടമാണ്. കാരണം അത് ആ ഫ്രാഞ്ചൈസിയുടെ താല്പര്യം അനുസരിച്ചാണ്. ഇന്ത്യക്ക് പുറത്താണ് അവർ ടീം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് അവരുടെ കാര്യം തീരുമാനമെടുക്കാം. ഇപ്പോൾ ഇഫ് ദേ ആർ ടേക്കിംഗ് സം പ്ലെയർ ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദാറ്റ് ലീഗ്, വി ആർ ലീസ്റ്റ് കൺസേൺഡ്. കാരണം എന്താണെന്നറിയോ, ഇൻ ദി IPL ദർ ഇസ് നോ സച്ച് പ്ലെയർ. IPL അങ്ങനെ ഒരു പ്ലെയർ ഇല്ലല്ലോ. അപ്പം ഇതിന് പുറത്ത് ഒരു വിദേശ ലീഗിൽ അവരങ്ങനെ ഒരു താരത്തെ എടുക്കുന്നത് നമുക്കെന്തിനാണ്, എന്ത് കൺസേൺ ആണുള്ളത് എന്നാണ് രാജീവ് ശുക്ല ചോദിക്കുന്നത്. പക്ഷേ അതിവിടെയുള്ള പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിലൂടെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ. രാജീവ് ശുക്ലയുടെ BCCI വൈസ് പ്രസിഡന്റ് ഈ സ്റ്റാൻഡാണ് അതിൽ കറക്റ്റ്. കാരണം IPLന് പുറത്ത് ഒരു വിദേശ ലീഗിൽ അവർക്ക് ടീമുണ്ട്, അവരൊരു താരത്തെ അവിടെ അവൈലബിൾ ആയിട്ടൊരു താരത്തെ എടുത്തു. അതിൽ BCCIക്ക് എന്ത് ചെയ്യാനാണ്, IPL എന്ത് ചെയ്യാനാണ്? ഇത് മനസ്സിലാക്കാൻ പക്ഷെ പലർക്കും കഴിയുന്നില്ല എന്ന് മാത്രം. BCCIയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. ഏതായാലും ഇതിപ്പോൾ ദി 100-ൽ ആകെ 2 പാകിസ്ഥാനി താരങ്ങൾ മാത്രമേ ഉള്ളൂ. ഷഹീൻ അഫ്രീദി നേരത്തെ തന്നെ വിഡ്രോ ചെയ്തിരുന്നു. അതുപോലെ അദ്ദേഹം ഇല്ല, ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഡ്രോ ചെയ്തിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പേസർമാരായിട്ടുള്ള ഹാരിസ് റൌഫ്, ഫഹീം അഷ്റഫ് ഒക്കെയാണ്. അവരൊക്കെ അൺസോൾഡായി. പിന്നെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരായിട്ടുള്ള സൈം അയ്യൂബും ഷതബ് ഖാനും ഒക്കെ അൺസോൾഡായി. പിന്നെ ഇപ്പം പാകിസ്ഥാൻ പ്ലേയേഴ്സ് 2 പേരാണ് എടുക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഉസ്മാൻ താരിഖാണ്. അത് കൂടാതെ പിന്നെ എടുക്കപ്പെട്ടത് അബ്രാറാണ്. ഉസ്മാൻ താരിഖിനെ എടുത്ത ടീമിന് IPLുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ അബ്രാർ അഹമ്മദിനെ എടുത്ത ടീം അത് നമുക്കറിയാമല്ലോ, സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒക്കെയുള്ള സൺറൈസേഴ്സ് ഗ്രൂപ്പിൻ്റെ സൺറൈസേഴ്സ് ലീഡ്സ് ആണ്. ഉസ്മാൻ താരിഖിന് ബർമിംഗാം ഫീനിക്സ് ആണ് എടുത്തിരുന്നത്. അദ്ദേഹത്തിന് കൊടുത്തത് 1,40,000 പൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മണി പറയുമ്പോൾ 1.72 കോടി അപ്രോക്സിമേറ്റ്ലി അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് അവരെടുത്തിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിൽ എന്താണ് ഫ്രാഞ്ചൈസിയുടെ ഒരു നിലപാട്? ഇങ്ങനെയുള്ള വലിയ പ്രതിഷേധമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. എല്ലായിടത്തും ബോയ്ക്കോട്ട് ചെയ്യണം, ഗ്രൗണ്ടിൽ ബോയ്ക്കോട്ട് ചെയ്യണം, അതുപോലെ നമ്മുടെ ചൂട് എന്താണെന്ന് അവരറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഘട്ടത്തിൽ ഡാനിയൽ വെറ്റോറി, അവരുടെ കോച്ച്, ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. സൺറൈസേഴ്സ് ലീഡ്സിൻ്റെ കോച്ച് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും അബ്രാർ അഹമ്മദ് ഒരു വളരെ മികച്ച താരമാണ്. അദ്ദേഹം വളരെ യുണീക്കാണ്. അദ്ദേഹത്തിൻ്റെ വേരിയേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ യുണീക്കായിട്ടുള്ളൊരു പ്ലെയറാണ്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കളിക്കുന്ന ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവർ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്കൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇത് സൺറൈസേഴ്സ് ലീഡ്സിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മൾ ഈ ഒരു ഓപ്ഷന് വേണ്ടി വന്നത് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ
ഉയർന്നു വന്നപ്പോൾ നമ്പർ ഓഫ് ഗുഡ് സ്പിന്നേഴ്സ് ഉണ്ടായിരുന്നു വ്യത്യസ്ത ഇൻ്റർനാഷണൽ ടീമുകളിൽ നിന്ന്. പക്ഷേ അബ്രാർ നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നു, അതുകൊണ്ടാണ് ടീമിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ അബ്രാർ അഹമ്മദിനെ ടീമിലേക്ക് എത്തിച്ചതിനെക്കുറിച്ച് ഡാനിയൽ വെട്ടോറി പറയുന്നത്. അദ്ദേഹത്തിന് കൊടുത്തത് 1,90,000 പൗണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി 2.34 കോടി രൂപക്കാണ് അദ്ദേഹത്തെ ഇപ്പം സ്വന്തമാക്കിയിരിക്കുന്നത് സൺറൈസേഴ്സ് ലീഡ്സ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൽ എത്താം.